നമുക്ക് സംസാരിക്കുമ്പോൾ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ് ക്വസ്റ്റ്യൻസ് എന്നത്. സംഭാഷണത്തിൽ എപ്പോഴും ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസറും ഒക്കെ ഉണ്ടാകും. ഇന്ന് നമ്മുടെ ടോപ്പിക് ക്വസ്റ്റ്യൻസ് ആണ്. ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്. എന്താണ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, എന്താണ് ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ? ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഇത് ഉപയോഗിക്കാനും കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് ഉപയോഗിക്കാം. നമുക്ക് സ്പോക്കൺ ഇംഗ്ലീഷിലായാലും റിട്ടൺ ഇംഗ്ലീഷിലായാലും ഒക്കെ ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ ഇംഗ്ലീഷ് വളരെയധികം ഇമ്പ്രൂവ്മെൻറ്റ് വരും. അപ്പോൾ ഇതറിഞ്ഞിരിക്കേണ്ടേ? അപ്പോൾ നമുക്ക് ആദ്യം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് എന്ന് നോക്കാം. ഇപ്പോൾ നമുക്ക് ഒരാളോട് പേര് ചോദിക്കണം. എന്താണ് നിങ്ങളുടെ പേരെന്ന് ചോദിക്കണം. നമ്മൾ ചോദിക്കുന്നത് എന്താ? വാട്ട്സ് യുവർ നെയിം എന്നല്ലേ. അതുപോലെ നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് എന്ന് ചോദിക്കണം. അപ്പോൾ എന്താ ചോദിക്കുക? വേർ ആർ യു ഫ്രം? നിങ്ങൾക്ക് കാപ്പി ഇഷ്ടമാണോ? ഡു യു ലൈക്ക് കോഫി? ഇതൊക്കെ നമ്മൾ ചോദിക്കാറുള്ളതാണ്. ഇതൊക്കെ ഡയറക്റ്റായിട്ട് നമുക്ക് എന്താണ് ചോദിക്കേണ്ടത് അത് നമ്മൾ ഡയറക്റ്റായിട്ട് ചോദിക്കുകയാണ്. ഇത്തരം ക്വസ്റ്റ്യൻസിനെയാണ് പറയുന്നത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ എന്ന്. ഇത് വളരെ കറക്റ്റായിട്ടുള്ള സെൻറ്റൻസ് തന്നെയാണ്. ഇതിന് ഒരു പ്രശ്നവുമില്ല. പക്ഷേ ചില കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ നമുക്ക് ഡയറക്റ്റായി അങ്ങനെ ചോദിക്കുന്നതിന് പകരം ഒരു ഇൻഡയറക്റ്റ് വേയിൽ ചോദിക്കാം. പക്ഷേ അങ്ങനെ ചോദിക്കുമ്പോൾ കുറച്ചുകൂടി അത് ഒരു പൊളൈറ്റായി, മാത്രമല്ല കുറച്ചുകൂടി ആ ടോൺ ഒന്ന് സോഫ്റ്റ് ആകും. ഇതിനൊക്കെ പുറമേ അത് വളരെ ഒരു പ്രൊഫഷണൽ വേ കൂടിയാണ്. അപ്പോൾ നമുക്ക് അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെ ചോദിക്കും എന്ന് നോക്കാം. എന്താണ് നിങ്ങളുടെ പേര് എന്ന് ചോദിക്കുന്നതിന് നമ്മൾ വാട്ട്സ് യുവർ നെയിം എന്നാണ് ഡയറക്റ്റായി ചോദിച്ചത്. അതിന് പകരം നമുക്ക് പലതരത്തിൽ ചോദിക്കാം. വുഡ് യു മൈൻഡ് ടെല്ലിങ് മീ യുവർ നെയിം? അങ്ങനെ ചോദിച്ചാൽ അതൊരു സോഫ്റ്റ് ആയില്ലേ? നിങ്ങളുടെ പേര് തന്നെയാണ് ചോദിക്കുന്നത്. വുഡ് യു മൈൻഡ് ടെല്ലിങ് മീ യുവർ നെയിം? ഈസ് ഇറ്റ് ഓക്കെ ഇഫ് ഐ ആസ്ക് യുവർ നെയിം? ഈസ് ഇറ്റ് ഓക്കെ ഇഫ് ഐ ആസ്ക് യുവർ നെയിം? ഇതും വളരെ സോഫ്റ്റ് ആയിട്ടാണ് അല്ലേ? ഡു യു മൈൻഡ് ടെല്ലിങ് മീ യുവർ നെയിം? ഡു യു മൈൻഡ് ടെല്ലിങ് മീ യുവർ നെയിം? Can you share your name with me? Can you share your name with me? May I know your name? Could you tell me your name? I wonder what your name is. ഇതൊക്കെ എന്താണ് നിങ്ങളുടെ പേര് എന്നതിനെ കുറച്ചുകൂടി ഒരു സോഫ്റ്റ് ആക്കി ചോദിക്കുന്നതാണ്. ഇതാണ് ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള വേ. മാത്രമല്ല ഇത് നമുക്ക് നമ്മുടെ ഇംഗ്ലീഷ് കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയി, നമ്മുടെ ഇംഗ്ലീഷ് കുറച്ചുകൂടി നല്ല ഒരു ലെവലിൽ ആയി. അത്തരം ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ശീലിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്. വാട്ട് ഈസ് യുവർ നെയിം എന്നതിനാണ് നമ്മൾ ഇത്തരത്തിലുള്ള കുറേ വേരിയേഷൻസ് പറഞ്ഞത്. ഇതല്ലാതെ വേർ ആർ യു ഫ്രം, നിങ്ങൾ എവിടെ നിന്നാണ് എന്ന് ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിന് പകരം നമുക്ക് അത് കുറച്ചുകൂടി സോഫ്റ്റ് ആക്കി ചോദിക്കാം. അപ്പോൾ അത് ഇൻഡയറക്റ്റ് വേയിലാക്കാം. കുഡ് യു ടെൽ മീ വേർ യു ആർ ഫ്രം? ഐ വുഡ് ലവ് ടു നോ വേർ you are from. Do you mind telling me where you are from? May I ask where you are from? ഇതൊക്കെ ചോദിക്കാം. ഇതൊക്കെ ഇൻഡയറക്റ്റ് വേയിൽ നിങ്ങൾ എവിടെ നിന്നാണ് എന്ന് ചോദിക്കുന്നത് തന്നെയാണ്. അപ്പോൾ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യനും അതുപോലെ തന്നെ ഡയറക്റ്റ് ക്വസ്റ്റ്യനും തമ്മിലുള്ള ഒരു വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ആദ്യം ഒരു ഇൻട്രൊഡക്ടറി ഫേസ് നമ്മൾ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. വുഡ് യു മൈൻഡ് ടെല്ലിങ് മീ? Do you mind telling me? I was wondering. Could you tell me? May I know? Is it okay if I ask you? ഒരു ഇൻട്രൊഡക്ടറി ഫ്രേസ് നമ്മൾ ആഡ് ചെയ്യുകയാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യനിൽ നിന്ന് വ്യത്യസ്തമാകുന്നത്? ഏത് തരത്തിലാണ് അത് വ്യത്യസ്തമാകുന്നത്? മാത്രമല്ല ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യനെ എങ്ങനെ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യനാക്കി മാറ്റാം, അതും നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ സാധാരണ ചില യെസ് നോ ക്വസ്റ്റ്യൻസ് ചോദിക്കില്ല. നിങ്ങൾക്ക് അതിഷ്ടമാണോ? നിങ്ങൾ അവിടെ നിന്നാണോ? നിങ്ങൾ അങ്ങനെ ചെയ്തോ? അപ്പോൾ യെസ് അല്ലെങ്കിൽ നോ എന്ന ഒരു ക്വസ്റ്റ്യനാണ് പ്രതീക്ഷിക്കുന്നത്. അവിടെ ഒരു ക്വസ്റ്റ്യൻ വേർഡിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ഹൂ, വെൻ, വേർ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വേർഡിൻ്റെയും ആവശ്യം അവിടെയില്ല. അത്തരം ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യനെ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യനാക്കി മാറ്റുമ്പോൾ ചെയ്യേണ്ടത് വെദർ അല്ലെങ്കിൽ ഇഫ് എന്ന് ആഡ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ,
ഡു ദേ കം ഹിയർ എന്ന് ചോദിക്കുമ്പോൾ അവർ ഇവിടെ വരാറുണ്ടോ എന്നല്ലേ. ഡു ദേ കം ഹിയർ അത് ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അതിന് നമ്മൾ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആക്കുമ്പോൾ ഡു യു നോ ഇഫ് ദേ കം ഹിയർ, ഡു യു നോ എന്ന് നമ്മളവിടെ ആഡ് ചെയ്തു. ഡു യു നോ ഇഫ് ദേ കം ഹിയർ, അവർ ഇവിടെ വരാറുണ്ടോ എന്ന് തന്നെയാണ് അതിൻ്റെ മീനിങ്. ഇനി ഡസ് ഹി കം ഹിയർ, അവൻ ഇവിടെ വരാറുണ്ടോ എന്നാണ് ക്വസ്റ്റ്യൻ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. അത് ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആക്കുമ്പോൾ ഡു യു നോ വെദർ ഹി കംസ് ഹിയർ, നോക്കൂ ഡസ് അവിടെ ഇല്ല, വെദർ ഹി കംസ് ഹിയർ എന്നാണ് ചേർത്തത്. ഡിഡ് ഹി കം ഹിയർ, അവൻ ഇവിടെ വന്നോ എന്നാണ് ക്വസ്റ്റ്യൻ. അത് ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആക്കുമ്പോൾ ഡു യു നോ ഇഫ് ഹി കെയിം ഹിയർ, നോക്കൂ ഡിഡ് ആൻഡ് ഡിഡ് അവിടെ നിന്ന് മാറ്റി, ഡിഡ് ഇഫ് ഹി കെയിം ഹിയർ എന്നാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആകുമ്പോൾ അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ്റെ ഫോം മാറുന്നു. അതൊരു അഫർമേറ്റീവ് സെൻറ്റൻസ് ഫോമാറ്റായി മാറുന്നു. ഇപ്പോൾ വേർ ഇസ് ദ പോസ്റ്റ് ഓഫീസ് എന്നാണ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. അതിൻ്റെ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഫോം എങ്ങനെയാണ്? കുഡ് യു ടെൽ മീ വേർ ദ പോസ്റ്റ് ഓഫീസ് ഈസ് എന്നാണ്. വേർ ഈസ് ദ പോസ്റ്റ് ഓഫീസ് അല്ല. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആകുമ്പോൾ വേർ ക്വസ്റ്റ്യൻ വേർഡ് കഴിഞ്ഞ് ഈസ് എന്ന് ആഡ് ചെയ്തു. പക്ഷേ വേർ ദ പോസ്റ്റ് ഓഫീസ് ഈസ് എന്നാണ് ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ വരുമ്പോൾ ആകുന്നത്. അതല്ലെങ്കിൽ വുഡ് യു മൈൻഡ് ടെല്ലിങ് മീ വേർ ദ പോസ്റ്റ് ഓഫീസ് ഈസ്, അതാണ്. അത്തരത്തിലൊക്കെ പലതരത്തിലുള്ള ഇൻട്രൊഡക്ടറി ഫ്രേസസ് വെച്ച് നമുക്ക് ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം. പക്ഷേ വേർഡ് ഓർഡർ വരുന്നത് ശ്രദ്ധിക്കുക. ആ ക്വസ്റ്റ്യൻ്റെ ഫോർമാറ്റ് ഒരു സെൻറ്റൻസിൻ്റെ ഫോർമാറ്റിലേക്ക് മാറും. പിന്നെ വേറെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ്, ഓക്സിലിയറി വെർബ് ആവശ്യമില്ല ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യനിൽ. ഡു, ഡസ്, ഡിഡ് എന്നൊന്നും വേണ്ട. അതിന് പകരം മെയിൻ വേർബിനോടുകൂടി അത് കോൺജുഗേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഡസ് എന്നൊക്കെ ഉള്ളത് മാറ്റി അത് മെയിൻ വേർബിനോട് കൂടി ചേർക്കുകയാണ് ചെയ്യുന്നത്. അതിന് ഒരു എക്സാമ്പിൾ നോക്കൂ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് ആദ്യം ഞാൻ പറയുന്നത്. വൈ ഡിഡ് യു ഗോ ടു ദ സ്റ്റോർ, വൈ ഡിഡ് യു ഗോ ടു ദ സ്റ്റോർ, എന്തുകൊണ്ടാണ് നിങ്ങൾ സ്റ്റോറിൽ പോയത് എന്നല്ലേ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതിനെ നമുക്ക് ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആക്കുമ്പോൾ ഐ വാസ് വണ്ടറിങ് വൈ യു വെൻറ്റ് ടു ദ സ്റ്റോർ, വൈ ഡിഡ് ഹി ഗോ എന്നുള്ള ഡിഡ് മാറ്റി ഡിഡ് പ്ലസ് ഗോ ചേർത്ത് മെയിൻ വെർബിനോട്, ആ ഗോ എന്ന മെയിൻ വെർബിനോട് ഡിഡ് ചേർത്തു. അപ്പോൾ വെൻറ്റ് ആയി. അപ്പോൾ ഐ വാസ് വണ്ടറിങ് വൈ യു വെൻറ്റ് ടു ദ സ്റ്റോർ, നിങ്ങൾ എന്തിനാണ് മാർക്കറ്റിൽ പോയത് എന്ന് തന്നെയാണ് ചോദിക്കുന്നത്. പക്ഷേ അത് ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആക്കിയിട്ട് ചോദിക്കുമ്പോൾ അതൊരു സ്റ്റേറ്റ്മെൻറ്റ് ഫോം ആകും. മാത്രമല്ല ഓക്സിലിയറി വെർബൊക്കെ റിമൂവ് ചെയ്ത് മെയിൻ വെർബിനോട് കൂടി ചേർത്തു. ഡിഡ് പ്ലസ് ഗോ ആണ് വെൻറ്റ്. ഇനി വൈ ഡസ് ഹി ഗോ ടു ദ സ്റ്റോർ എന്നായിരുന്നെങ്കിൽ അതാണ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ എന്ന് കരുതുക. അപ്പോൾ ഡസ് ഉണ്ട്, അതിന് നമുക്ക് മാറ്റണം. ഓക്സിലറി വെർബിൻ്റെ ആവശ്യമില്ല ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആക്കുമ്പോൾ. വൈ ഡസ് ഹി ഗോ ടു ദ സ്റ്റോർ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് പറയാം ഐ ആം വണ്ടറിങ് വൈ ഹി ഗോസ് ടു ദ സ്റ്റോർ, വൈ ഹി ഗോസ്, നോക്കൂ ഡസ് ഗോ എന്നത് മാറ്റി ഗോസ് ആക്കി. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഫോം തന്നെയായി. വൈ ഹി ഗോസ് ടു ദ മാർക്കറ്റ് എന്നാക്കി. വൈ ഡസ് അല്ല, വൈ ഹി ഗോസ്. ഇനി വൈ ഡു യു ഗോ ടു ദ സ്റ്റോർ, അത് വേറൊരു ക്വസ്റ്റ്യൻ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. വൈ ഡു യു ഗോ ടു ദ സ്റ്റോർ, നിങ്ങൾ എന്തിനാണ് സ്റ്റോറിൽ പോകാറുള്ളത്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആക്കുമ്പോൾ ഐ ആം വണ്ടറിങ് വൈ യു ഗോ ടു ദ സ്റ്റോർ, ഡു പ്ലസ് ഗോ തന്നെയാണ്. അപ്പോൾ വൈ യു ഗോ ടു ദ മാർക്കറ്റ്, വൈ ഡു യു അല്ല, വൈ യു ഗോ ടു ദ മാർക്കറ്റ്. അത്തരത്തിൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആക്കി മാറ്റാം. അത് കുറച്ചുകൂടി നല്ല രീതിയാണ്, പ്രൊഫഷണൽ ആയിട്ടുള്ള വേ ആണ്. സാധാരണ ഒരു ക്വസ്റ്റ്യൻ വളരെ ഡിമാൻഡിങ് ആയിട്ട് ചോദിക്കുന്നതിൽ കൂടുതൽ നല്ലത് നല്ല രീതിയിൽ വളരെ സോഫ്റ്റായിട്ട് ചോദിക്കുന്നതല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ലെസൺ കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ പിന്നെ ഹൈപ്പ് ചെയ്യണം.